ഹലോ എവ്രി വൺ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസമായി ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. രണ്ടാഴ്ച മുന്നേ ഉപ്പാടെ പെങ്ങടെ മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുപ്പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന കുഞ്ഞു ഫംഗ്ഷനാണ്. ഞങ്ങളിവിടെ കണ്ണൂർ ഭാഗത്ത് സൽക്കാരം എന്നൊക്കെ പറയും. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങാണ്. ഞാൻ എൻ്റെ ലഗേജും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ മൊത്തം ക്ലീൻ ചെയ്ത് എൻ്റെ എല്ലാ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 12:30 മണിയാകുമ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കാണ് ഫംഗ്ഷന്. അപ്പോൾ ഞാൻ വേഗത്തോടു കൂടി തന്നെ റെഡിയായി. കാരണം ഇപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ചീത്ത പറയും. അതുകൊണ്ട് തന്നെ നേരത്തോടു കൂടി റെഡിയായി റൂമൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങാണ്. ഉപ്പ വിളിച്ചു, ഞാൻ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റൂമിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ 2 കുട്ടികളും കൂടി വരുന്നുണ്ട് വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഞാൻ എപ്പം നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയാറുണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയത്തെന്ന് പറയാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. പോകുന്നേരം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. വീട്ടിലെത്തുന്നേരം ചെറിയൊരു ചാറ്റൽ മഴ മാത്രം. അപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയപ്പോഴാണ് വലിയ കാറ്റും മഴ വന്നത്. ഞാനിത് ഈ ഡ്രസ്സാണ് ഇട്ടത്. ഒരു യെല്ലോ ബീച്ച് കളർ കോമ്പിനേഷനിൽ ഒരു മാക്സി ഡ്രസ്സ്. നല്ല കംഫർട്ടാണ് ഇടാൻ. ഇതാ നോക്കിയാട്ടെ, ഭയങ്കര മഴ. അപ്പോൾ ഉപ്പ് കുടയൊക്കെ എടുത്ത് വന്ന് ഓരോരാളായിട്ട് കാറിലോട്ട് കയറ്റുകയാണ്. നല്ല മഴയാണ്. എനിക്ക് ഈ മഴയത്തൊക്കെ പുറത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഭംഗിയില്ല പുഴൻ്റെ ആ സൈഡൊക്കെ കാണാൻ. ഇതാ ഞങ്ങളങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെത്തുമ്പോൾ തന്നെ 2 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നേരെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ ഫുഡിലേക്ക് തന്നെയാണ് കടന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ ചാർക്കോളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുഡിങ് കഴിച്ചു. ഞാനങ്ങനെ ഒരു പുഡിങ് ഫാനേ അല്ല, പക്ഷെ എല്ലാ പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ കൊണ്ട് ഞങ്ങളെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. തോണിയിൽ കയറി മീനൂട്ടൊക്കെ നടത്തി ഞങ്ങൾ. പിന്നെ നേരെ ഉപ്പിലിട്ടൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്